ഹലോ 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 ഇതാരാ? സേതു. സേതു ആണത്. യാ യാ യാ. സേതു എവിടെ എടാ മുതുക്ക് മുതുക്ക് നമ്മുടെ ഗ്യാങ് ഹൗസിലോട്ട് വാ. ഗ്യാങ് ഹൗസിലോട്ടോ? വാ 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 വാ. പിന്നെ ഒരു വരുന്നു. പ്രത്യേക സ്റ്റാറ്റ്യൂട്ടറി ആണെങ്കിൽ ഇവിടെ കണ്ണാപ്പി നിപ്പുണ്ട്. അവനെ കണ്ടായിരുന്നു. ആ ഇവിടെ ഇവിടെ ഇരുന്ന് നിന്നെ പറ്റി ഓരോ അപരാധം പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു. എന്തായാലും വാ. വരുന്നു. ഓക്കെ ഓക്കെ. ചുമ്മാ ഞാൻ പോവാണേ. ഓ നമസ്കാരം നമസ്കാരം. കണ്ണാപ്പി. ആ ഹരിയൊരു തമാശ പറഞ്ഞതാ. എടാ നിങ്ങളെ സ്വന്തം ഗ്യാങ് ഹൗസ് കാര്യണ്ട, എന്നാലും അകത്തോട്ട് വാ. സേതു എങ്ങനെ പോണ കാര്യങ്ങളൊക്കെ? ഞാൻ ഇന്ന് അറിഞ്ഞേട്ടാ മറ്റേ നിങ്ങള് മറ്റേ മോണിറ്ററിങ് ഇതിലാണെന്ന്. ഓ അതെ അതെ അതെ. അവസൊക്കെ തീർത്താ? ആ അതൊക്കെ കംപ്ലീറ്റ് ആയി. ഉടനെ ഉണ്ടാവും. ആണല്ലേ? എല്ലാം ഒന്ന് ആയിട്ട് എല്ലാരെയും ഒന്ന് വിശദമായിട്ട് കാണാന്ന് വിചാരിച്ചു. ശരി 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 ശരി. പിന്നെ എങ്ങനെ പോണ്? ഓ കുഴപ്പമില്ല. എങ്ങനെ പോന്ന് കാര്യങ്ങളൊക്കെ? ഓ ഇന്നൊരു നല്ല ദിവസമായിരുന്നു. ആണോ? ചന്ദ്രന്റെ ബർത്ത്ഡേ ആയിരുന്നു. ചന്ദ്രൻ എന്തിയെ? ചന്ദ്രൻ പോയി ഇറങ്ങി സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിയതേ ഉള്ളൂ. മറ്റേ കോമാളി വേഷമൊക്കെ മാറ്റിയോ? ഇപ്പം പഴയ വേഷത്തോട്ട് ഇറങ്ങിയ? അത് ഞാൻ മാത്രമേ കണ്ടുള്ളൂ, വേറെ ആരെങ്കിലും കണ്ടായിരുന്നല്ലേ? കവറിൽ കെട്ടാതെ ദൂറി എറിഞ്ഞാനത്. എടാ ഇത്രയും നാള് ഇവിടെ നിന്നെ സഹിക്കുന്നില്ലടാ, അത്രക്കൊന്നും ഇല്ല. നമ്മള് പണ്ട് ഇങ്ങനെ പക്ഷെ നമ്മളാ മിസ് ചെയ്യുന്ന ചെയ്തത്. എനിക്ക് സേതുവിന്റെ ഈ നടത്തകട മിസ് ചെയ്യുന്ന. സേതുവിന്റെ പണ്ടത്തെ ചൂളോടിയുണ്ട്. ഇനി എല്ലാം കേൾക്കാം നിനക്ക്. സത്യമായിട്ട് ഇവനെ നിങ്ങൾ ഗ്യാങ് ഒക്കെ കൊണ്ടുപോയി ഞങ്ങൾ ചോദിക്കാൻ പോലും വരില്ല. നിങ്ങൾക്ക് അതൊരു ഫുൾ ഫ്രീഡം ഉണ്ടോ? ഒരു സംശയമില്ല. സത്യം ഞങ്ങൾ ചോദിക്കാൻ പോലും വരില്ല. വാ ഇതന്നെ ഇമ്പോർട്ടന്റ് കാര്യം എനിക്ക് നിങ്ങളുടെ പറയാനുണ്ട്. അത് ഞാൻ കുറിപ്പിടാനി എടുത്തൊരു 40,000 എടുത്ത് ഫോൺ റീചാർജ് ചെയ്യാൻ പറയണം. പപ്പടം മാസി കേറിയൊന്നു ബ്രോ. അവൻ നാളെ ഇനിയിപ്പോ മാസിൽ കേറിയാലും ഒരു പ്രശ്നവുമില്ല. അവൻ ടി വിയിൽ കളിച്ചിട്ട് ടി വിയിൽ ഇറങ്ങി എന്ന് പറഞ്ഞല്ലോ. ജീവിതകാലം മൊത്തം ടി വി ഒക്കെ കളിക്കാതെ മുമ്പിൽ തെറ്റിയിരിക്കണം. അവൻ കേറിയാലും ഒരു കുഴപ്പമില്ല, കേറിയില്ലേലും ഒരു കുഴപ്പമില്ല. എനിക്ക് ഞാൻ മറ്റേ മനസ്സിൽ അത്ര റിവലറി ഒന്നും വിളിക്കുന്ന മുമ്പനൊന്നും അല്ല. മനസ്സിലായോ? പണ്ടത്തെ കാര്യങ്ങളൊന്നും ആലോചിക്കാതിരിക്കുന്നത് നല്ലത്. അത് ശരിയാണ്. നല്ല കാലമല്ലല്ലോ. പിന്നെ കണ്ണാപ്പി ഓ കുറുപ്പേ പറയാ ഒരു കാര്യം ചെയ്യട്ടെ. കൊണ്ടുപോക്കോ. ഓ ഇന്ന് ആരായിരുന്നോ നമ്മളോട് പറഞ്ഞേ? ആരോ ഇന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ അപ്പാപ്പനാ പറഞ്ഞത് നിങ്ങള് ഇവിടെ മോണിറ്ററിങ് ഇതിലാണെന്ന്. നമ്മളിന്ന് ചന്ദ്രന്റെ സെലിബ്രേഷന്റെ ഇടയ്ക്ക് മാസത്തില് എന്തായിരുന്നു നമ്മൾ പറഞ്ഞോണ്ടിരുന്നത്? മാസിന്റെ കാര്യം എന്ത് പറഞ്ഞപ്പോഴാണ് ഇവരിന്ന് ഗ്യാങ് ആവെന്ന് പറഞ്ഞ അപ്പാപ്പൻ? അവരാധം വല്ലതുമാണോ പറഞ്ഞത്? അവരാതൊന്നുമല്ല, എന്തോ കാര്യം പറഞ്ഞോണ്ടിരുന്നപ്പോഴാ വില്ലുമല്ലേ പറഞ്ഞേ? എനിക്ക് എന്തിനാന്ന് എനിക്ക് ഓർമ്മയില്ല. അണ്ണൻ എന്തോ പറഞ്ഞാണ്. അപ്പൊ എന്നത്തേക്ക് സെറ്റാവും? നമ്മുടെ ഇതൊരു രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ ആവുമെന്നാണ് പ്രതീക്ഷ. അറിയില്ല, ഇനിയും അവർക്ക് ബാക്കിയില്ല, അവരുടെ കയ്യിലല്ലേ. മാക്സിമം ഒരു 1 വീക്കിനകത്ത്. എനിക്ക് മനസ്സിലായി അണ്ണാ. അണ്ണങ്ങിടും മൈക്ക് എന്റെ സൗണ്ട് കേട്ടിട്ട് അണ്ണ ഓർമ്മയില്ല. എന്റെ മറ്റേ ഇത് പറഞ്ഞ അടി കിട്ടും. സേതു ഒരു ചെറിയ അപരാധമായിരുന്നു കേട്ടാ. ഇവന്റെ സൗണ്ട് ഭയങ്കര ഹൈ ആയിട്ട് കേട്ടപ്പോഴേ മാസിന്ന് വന്ന എല്ലാ എണ്ണോ ഈ സൗണ്ട് ബൂസ്റ്റ് ആണെന്ന് നമ്മളിങ്ങനെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞോണ്ടിരുന്നപ്പോഴാണ് മാസിന്റെ കാര്യം പറഞ്ഞത്. അപ്പൊ എന്താ ഇപ്പൊ നമ്മൾ ഇവിടെ ഗ്യാങ് അല്ലാതെ വരുവാണെങ്കിൽ എത്ര നേരമാണ് പ്ലേ ടൈം ഒക്കെ? ഇത്ര പറയണേ?
നമ്മള് വരുന്ന അടുപ്പിച്ചുണ്ട്. ഇപ്പൊ ഇട്ടേക്കുന്നത് 20 പേരെ ഇട്ടിട്ടുള്ളൂ. ഈ ബാക്കിയുള്ളവരെ ഇട്ടിട്ടില്ല. ഈ പഴയ വേരിയന്റാണോ ഇടുന്നത് അതോ മറ്റേ KBFC ഏതാണോ ഇടുന്നത്? മാസം തന്നെയാണ് ഇടുന്നത്. മാസാണ്. KBFC ഒന്നും നമുക്ക് അറിയില്ലല്ലോ അത് ഏതാണ്. അതേത് ഗ്യാങ്ങാണ് കണ്ണാപ്പി? KBFC. ഇവരോട് ചോദിക്കാൻ KBFC ചോദിക്കട്ടെ? ഞാൻ നിങ്ങളാന്ന് വിചാരിച്ചേ. അവർക്കൊരു അന്ന് ഒരു ഗ്യാങ്ങേ ഉള്ളു, മാസ്. ആണല്ലേ? പിന്നെ ഫുട്ബോൾ കളിക്കുന്ന പിള്ളേരുടെ കാര്യം നമുക്ക് ഇവരുടെ അടുത്താണോ ചോദിക്കണേ? കളിച്ചെടുക്കുന്ന പിള്ളേര്. ഞങ്ങള് കുറുപ്പിനെ കണ്ടപ്പോ നൊസ്റ്റാൾജി അടിച്ച് വിളിച്ചതാണ്. അത് മാറിപ്പോയതാണ് കേട്ടോ കുറുപ്പേ. നിന്നെ വിളിച്ചതല്ല, ഈ കുറുപ്പിനെ വിളിച്ചാണ്. ഇവനോട് ആദ്യം പറഞ്ഞപ്പോ നമ്മുടെ ഇതിനകത്തെ കുറുപ്പാണെന്നാണ് ഇവനും വിചാരിച്ചത്. മനസ്സിലായി, എനിക്കത് മനസ്സിലായി. ഇവരോട് പറഞ്ഞത് അത് അവിടുത്തെ കുറിപ്പിനെ എനിക്ക് ഉദ്ദേശിച്ചത്. ഞാനോർത്ത് നീ എന്തിനു വല്ല വള്ളി വല്ലതാണെന്ന് എന്നോട് ചോദിച്ചുള്ളൂ. സാധാരണ ഈ സമയത്ത് കുറുപ്പാണ് ഇവിടെ ഏറ്റവും കൂടുതൽ. കുറുപ്പ് നീലനൊക്കെയാണ് ഇവിടെ രാത്രി വിളയാട്ട്. ഈ സമയത്ത് കുറെ ആൾക്കാരുണ്ടല്ലോ. അതെ 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 പരിചയപ്പെട്ടിട്ടില്ല. ഒന്നും അറിയാത്ത പോലെ നീലനെ അറിയാം. KV ജയിച്ചേട്ടാ, SRR അടിച്ച്. നീലിനെ നമുക്ക് പണ്ട് തൊട്ട് അറിയാം. അറിയാവോ കുറുപ്പേ? കുറുപ്പ് ആദ്യം ചോദിക്കാണെ ബോബോയ് അല്ലടാ ചോദിക്കത്തുള്ളു. ഇവര് തമ്മിലല്ലേ പണ്ട് തൊട്ടൊരു ബോണ്ട്. ഉച്ച സമയത്ത് ബോബോയും കുറുപ്പായിരുന്നു ആകെ അന്ന് ഉണ്ടായിരുന്നത്, അല്ലേ കുറുപ്പേ? അതെ അതെ അതെ. അത് അവർക്ക് ആ ഒരു ഓർമ്മ പുതുക്കിട്ടുണ്ട്. നിന്റെ ഈ വർത്താനമാണ് ആൾക്കാരെ കൂടുതൽ ശത്രുക്കളാക്കുന്നത്, അതാണ് പ്രശ്നം. അയ്യോ അങ്ങനെ ഞങ്ങൾ ചില്ലായിട്ട് സംസാരിക്കാറുള്ളു, അല്ലേ ചെയ്തു? അതെ അതെ. അപ്പൊ എന്താ കേട്ടില്ല? ഡേറ്റ് ഒക്കെ ഫിക്സ് ആയോ ഗ്യാങ്ങിന്റെ ലോഞ്ചിന്റെ? ഇല്ലില്ല, അത് അറിയില്ലല്ലോ. അത് അവരല്ലേ പറയുന്നത്. അവര് പറഞ്ഞ ഉടനെ നമ്മളൊരു 2 ദിവസത്തിനകത്ത് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. എന്താ ഇവിടെ എങ്ങനെ പോകുന്നു? ഇവിടെ അതെ പുതിയ മെമ്പേഴ്സും കാര്യങ്ങളൊക്കെ വന്നു. നമ്മള് ഇപ്പൊ അത്യാവശ്യം എല്ലാരും സെറ്റായി പോകുന്നുണ്ട്. പിന്നെ ഇനിയിപ്പൊ നമ്മൾ അങ്ങനെ വലുതായിട്ട് ഫൈറ്റും അതൊന്നും എടുത്തിട്ടില്ല. ലൈനപ്പൊക്കെ നമ്മളെ സിനർജി ഒക്കെ വരുന്നതേ ഉള്ളൂ എല്ലാവരുമായിട്ട്. എല്ലാം കംപ്ലീറ്റ്ലി പലയിടത്തുനിന്ന് വന്ന പ്ലേയേഴ്സ് ആണ്. പിന്നെ ഇവന്മാര് മംഗലശ്ശേരിയിലുണ്ടായിരുന്ന ഇവരെല്ലാം ഒരുമിച്ച് വന്നത്. പിന്നെ അതുപോലെ നമ്മള് ഇവിടെ നിന്നും സാമ്രാജ്യത്തിൽ നിന്നും കുറച്ച് ആൾക്കാരെ കൊണ്ടുവന്ന് ഇപ്പൊ എല്ലാം ഒന്ന് സെറ്റായി പോണം. നമുക്ക് അതുകൊണ്ട് ഒരു സിറ്റുവേഷൻ എന്തോ വന്നുള്ളൂ, ഒരു വാർത്ത MG3 ആയിട്ട് മാത്രം. അത് നമ്മൾ ജയിച്ചു. ബാക്കി അങ്ങനെ സിറ്റുവേഷൻസ് ഒന്നും വന്നില്ല. ഇപ്പൊ നിങ്ങളൊക്കെ വന്നിട്ട് വേണം നമുക്ക് സിറ്റുവേഷൻ ഒക്കെ എടുക്കാൻ. പിന്നെ അല്ല കൊള്ളാം. ടർഫും കാര്യങ്ങളൊക്കെ വന്ന് സെറ്റ് ആയിരിക്കും. കോമ്പറ്റീഷൻ. അതെ അതെ. ജോപ്പാ കണ്ണാപ്പി വെറുപ്പിക്കാതെ. എനിക്ക് ഇവരെയൊക്കെ അറിയാം. നീ നിന്റെ അച്ഛനോട് സംസാരിക്കുന്ന പോലെ അങ്ങ് പരിചയം കാണിക്കില്ലേ? അതാണ് അതെനിക്ക് പറയുള്ളൂ. അല്ല അവർക്ക് പക്ഷെ അങ്ങനെ ഒരു ഇതില്ല നിന്നോട്, മനസ്സിലായ? എടാ എനിക്ക് എന്തോ ഒരു ഇത് വന്നു കേട്ടോ. ഫർദർ യൂസ് ഓഫ് എക്സ്ചാറ്റ് ഫോർ ഗ്യാങ്. സ്നൈപ്പ് സിറ്റിയിൽ ഇല്ലെന്ന് തോന്നുന്നു. ഏത്? ഇത് ഡീമൻ. ബ്രൗൺ ഷർട്ട് അത് നമ്മുടെ മറ്റേ വയലറ്റ് പുള്ളി ആരായിരുന്നു അത് പറഞ്ഞില്ല. നീ അങ്ങ് മറന്നോടാ എന്നെ. ഇന്നലെ നമ്മള് കണ്ടല്ലേ ഉള്ളേ. ഇന്നലെ വണ്ടി ഇടിച്ചായിരുന്നു തന്നെ വന്നിട്ട്. റെക്സ് മാസിലെ OG മെമ്പർ ആണോ? അല്ല ഞാൻ പുതിയതായിട്ട് അപ്പൊ നമ്മളിങ്ങനെ കൺസൈൻമെന്റ് കാര്യങ്ങളൊക്കെ അടിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ആണെങ്കിൽ ഞങ്ങൾ 2 മാസം ഇനാക്റ്റീവ് ആയതുകൊണ്ട് കൺസൈൻമെന്റ് ഒന്നും കിട്ടിയില്ലായിരുന്നു. അപ്പൊ ഇപ്പോഴാണ് കൺസൈൻമെന്റ് നമുക്ക് ഇപ്പൊ 5-ാം തീയതി അവരൊരെണ്ണം SRX തന്നു. അപ്പൊ ഞങ്ങളൊരു കൊല്ലമായിട്ട് ആക്റ്റീവാ. അതെ അങ്ങനല്ല, നമ്മള് ഗ്യാങ് ആയിട്ട് രജിസ്റ്റർ ചെയ്തതിനു ശേഷം നമ്മൾ ഒരു മാസം കൂളിംഗ് ഗ്ലാസ് തുരുമ്പ് വരെ ഇരിക്കുന്നുണ്ട്. ഇല്ലില്ല ഞങ്ങള് കൺസൈൻമെന്റ് ഒന്നും അടിച്ചില്ല. ഇനിയിപ്പോ 5-ാം തീയതി നമുക്ക് അതിങ്ങനെ സ്ലോട്ട് ആണല്ലോ മന്തിൽ. നമ്മളിപ്പോ ഇത് ഇതുവരെ കിട്ടിയില്ല. ഇവിടുത്തെ പരിപാടികളൊന്നും വലുതായിട്ട് നമുക്ക് അറിയത്തില്ല. ഗൺ സപ്ലൈ ഒക്കെ
ഇവിടെ കൺസൈൻമെന്റ് ആണ് ഗൺ സപ്ലൈ ആക്ച്വലി നമ്മള് അല്ലാണ്ട് കണ്ട് വാങ്ങാനൊന്നും പറ്റത്തില്ല മിസ്റ്റർ എക്സിന് വാങ്ങാൻ പറ്റും. ഇപ്പൊ നമുക്ക് വെളിയിലൊക്കെ കാണുന്ന ആൾക്കാരുടെ അടുത്ത് നിന്ന് പറഞ്ഞു വാങ്ങിക്കുകയൊക്കെ ചെയ്യാം. അതായത് അവരിലൊക്കെ എക്സ്ട്രാ ഗൺ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാവുന്നവരാണെങ്കിൽ കാശ് എടുത്ത് മേടിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ ഗ്യാങ്സിന് ഇവിടുത്തെ ഗൺ സപ്ലൈ ഇപ്പൊ എനിക്ക് ബിസിനസ് ഇതുവരെ ആർക്കും കൊടുത്തിട്ടില്ലെന്ന് തോന്നുന്നു. ഇവിടുത്തെ ടർഫിന് വേറെ എന്തൊക്കെയോ പുതിയ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് ഇങ്ങനെ ഇൻ ടർഫിൽ ഗ്രൈൻഡ് ചെയ്യാതെ ഓരോ ടർഫ് അടിച്ചെടുക്കുന്നവർക്ക് ഓരോ രീതിയിലുള്ള ഗ്രൈൻഡിങ് ആണ് അവരെ സെറ്റ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞായിട്ട് അല്ല അല്ലാതെ കണ്ടുണ്ടാക്കണം, അല്ലാതെ കണ്ടുണ്ടാക്കണം. അറിയാം. അപ്പം നമ്മൾ മിസ്റ്റർ എക്സിന് നമ്മള് ഇത്ര ഒരു പെർട്ടിക്കുലർ എമൗണ്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്കൊരു കൺസൈൻമെന്റ് അറേഞ്ച് ചെയ്ത് തരും. നമ്മളാണെങ്കിൽ കൊറേ ഗ്യാങ്ങിന്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചായിരുന്നു, കുറെ ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ ചോദിച്ചപ്പോ അവരുടെ ആരുടെയും ഗണ്ണില്ല, ഗണ്ണൊന്നും ഇല്ലെന്നാണ് അറിഞ്ഞത്. ഇവിടെ ഗണ്ണ് കിട്ടാൻ ഇച്ചിരി പാടാണ് ഒന്നാമത്തെ കാര്യം. ഗ്യാങ്സിന് നമുക്ക് ഒന്നോ രണ്ടോ ഒക്കെ വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിലും മേടിക്കാം. പക്ഷേ ഇപ്പൊ ഒന്നും രണ്ടോ ആയിട്ടും ഇല്ലായിരുന്നു. ഞാനാണെങ്കിൽ 2-3 ദിവസമായിട്ട് പിന്നെ ചോദിക്കുന്നതെല്ലാം നമ്മുടെ ആ റോഡിൽ കാണുന്നവരുടെ അടുത്തൊക്കെയാണ്. അല്ലാതെ ഇവിടെ പ്രീവാറിന് ചത്തു കഴിഞ്ഞാൽ ഇൻവെന്ററി വൈപ്പ് ആവും. അപ്പൊ കയ്യിലുള്ള കത്തിച്ചു കഴിഞ്ഞാൽ ഇൻവെന്ററി ആയിപ്പോ കയ്യിലുള്ള സാധനങ്ങളെല്ലാം പോകും. അതുകൊണ്ട് എല്ലാരും ഈ വാർ അടിക്കാൻ പോണവരുടെ കയ്യിലാണ് അടിക്കാനാണ് പതിവ്. സിറ്റുവേഷൻ ഇറക്കാറില്ല, ലൈനപ്പിൽ ഇറക്കാറില്ല, മെയിൻ 15 ഇറക്കാറില്ല. നമ്മൾ ഈ വെടി വെക്കാറില്ല. അപ്പൊ കുഴപ്പമില്ല. അങ്ങനെ അതും കൂടെ ആയിരുന്നെങ്കിൽ അവര് താങ്ങത്തില്ല. 48 CR ആണ് കേട്ടോ. 48 കോടി ബ്ലാക്ക് നമ്മള് മിസ്റ്റർ എക്സിന് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കൺസൈൻമെന്റ് റെഡിയാക്കി തരും അവര്. അപ്പൊ കൺസൈൻമെന്റ് കിട്ടുന്ന ഗൺസ് നമ്മള് അത് ഇതെന്തോ ചെയ്യണ്ടേടാ, കിട്ടുന്ന 60-ഓളം, ചില സമയത്ത് 70 രക്കാണിത്. അല്ല 60 ഗണ്ണായിട്ടല്ലോ കിട്ടുന്നത്. നമ്മളത് ഇത് വേണ്ടേ, ക്രാഫ്റ്റ് ചെയ്യണം. ഗണ്ണിന്റെ മെറ്റീരിയൽ ആണ് നമുക്ക് കിട്ടണം, അത് ക്രാഫ്റ്റ് ചെയ്യണം നമ്മള്. പിന്നെ മെറ്റീരിയൽ ഇവിടത്തെ റോബറി അടിക്കുമ്പോ കിട്ടുമല്ലോ. അതെനിക്ക് അതിനെ പറ്റി എനിക്ക് അറിഞ്ഞൂടാ. ഞാനങ്ങനെ റോബറിക്ക് ഇതിലാ അറിയാവുന്ന ആരോടെ പറഞ്ഞോടാ. ഈസ്റ്റ് എന്താണ് വോൾട്ടീസ്റ്റ് അങ്ങനെ എന്തോ സാധനം. ഇത് ഈ വോൾട്ടേഴ്സ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്, അത് നമ്മള് പോയി അടിക്കണം ആദ്യം. അതിനല്ലേ ഞാനും പറഞ്ഞത്. അതടിക്കുമ്പോഴത്തേക്ക് മെറ്റീരിയൽസ് കിട്ടും സേതു. അത് നമ്മള് നമ്മുടെ പലേറ്റ സൈഡ് ഉണ്ട്, പലേറ്റ സൈഡിൽ പോയിട്ട് അവിടെ ഒരു റെഡ് ബ്ലിപ്പ് ഉണ്ട്, അവിടെ പോയി നമ്മള് ക്രാഫ്റ്റ് ചെയ്യണം. അതിന്റെ മെറ്റീരിയൽ അല്ല, അതിന്റെ ബ്ലൂ പ്രിന്റ് വേണം. ബ്ലൂ പ്രിന്റ് നമ്മൾ സാൻഡിൽ പോയി കളക്ട് ചെയ്യണം. ഇതൊക്കെ വാങ്ങാൻ കിട്ടും ചിലപ്പോ ബ്ലൂ പ്രിന്റ്. പിന്നെ ഇവിടെ നമുക്ക് ഇവര് ഗണ്ണിന് ഇവര് മിസ്റ്റർ എക്സിന്റെ ഈ ഡീലിങ്സ് ആക്റ്റീവ് ആക്കി വെക്കാൻ വേണ്ടിട്ട് ഇവര് ഗണ്ണിന് ഡ്യൂറബിലിറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മള് അടിക്കുന്നതിനനുസരിച്ച് ഗണ്ണിന്റെ ഡ്യൂറബിലിറ്റി ഇങ്ങനെ കുറഞ്ഞോണ്ടിരിക്കും. അപ്പൊ ഡൗൺ ആവുന്ന ഗ്യാങ് ആണെങ്കിൽ വലിയ ഡ്യൂറബിലിറ്റി കുറവൊന്നും വരത്തില്ല. കണ്ണാപ്പിയുടെ കണ്ണിലൊക്കെ അപ്പം 100% കാണും. കണ്ണാപ്പിക്ക് ലാസ്റ്റ് വർഷമാണ് ഒരു കണ്ണു കൊടുത്തത്. അത് കഴിഞ്ഞ പിന്നെ ഇതുവരെ ഡ്യൂറബിലിറ്റി പറഞ്ഞിട്ടില്ല. വണ്ടിയിലിരുന്ന് ചാവുക, സ്വന്തമായിട്ട് തറയിൽ പോയി ഇടിച്ചു പൊട്ടിച്ചാവുക, സഹിക്കാൻ വയ്യ. ഇനി കണ്ണുകൊണ്ടേ പറയണ്ട. പിന്നെ അതൊക്കെ പണ്ടല്ലോ തോക്കൊണ്ടുള്ള കളി. പിന്നെ അതൊക്കെ വിട്ട് നമുക്ക് പറ്റിയ പരിപാടി അല്ലല്ലോ അത്. സത്യം. നമ്മളെ അവസാനം മറ്റേ അവിടെ കണ്ടതാ സിയോണില് പോവാൻ നേരം. സത്യം പോവാൻ നേരം കണ്ടിട്ട് വന്നതാ. പിന്നെ നമ്മള് കണ്ടിട്ടില്ല. ഒരു കൊല്ലത്തോളമായിരുന്നു. ദൂരം വിഷമിച്ചതറിയാവോ? നിങ്ങൾ എന്തോ പറ്റി ഒരു വർഷം ഇത്രയും വലിയൊരു ഗ്യാപ്പ് ആയിപ്പോ? എന്താ നമ്മള് ഇല്ലായിരുന്നു, കുറച്ച് തിരക്കുകളൊക്കെ ആയിരുന്നു മൊത്തത്തില്. എല്ലാരും പല വഴികളിലായിരുന്നു. പിന്നെ ഇപ്പോഴാണ് എല്ലാരും ഒന്നിച്ചു വന്നത്. അപ്പം പിന്നെ സംസാരിച്ചപ്പോ സേതുവിനൊരു റിലാക്സേഷൻ വേണമെന്ന് പറഞ്ഞു ഒരു വർഷത്തേക്ക്. പറഞ്ഞു അതാണ് സംഭവം. അപ്പൊ ഇപ്പം ആ ഒരു വർഷം കിട്ടിയ റിലാക്സേഷന്റെ അപ്പുറത്തായിട്ട് 2 വർഷത്തേക്ക് മനസ്സമാനം പോയിനി. തുടങ്ങുന്നേ ഉള്ളു പോവാന്. പിന്നല്ല ഒരു അഭിഷേകം ഇല്ല അതില്. കുറച്ചൊക്കെ പോയി തുടങ്ങി. അതെ, കാലുകുത്തി തന്നെ പോയി പകുതി. പിന്നെ 2 ദിവസം മുന്നേ കണ്ണാപ്പി കണ്ടപ്പോ ബാക്കിയും പകുതി പോയി. നിങ്ങളുടെ കളർ കോംബോ ഏതാണ് മാസിന്റെ? നമ്മുടെ ഡ്രസ്സിന്റെ തന്നെയാണോ? ഏറെക്കുറെ അതാണ്. ഞങ്ങള് മിക്കവാറും ചേഞ്ച് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. പക്ഷെ അത് ഇതുവരെ അല്ല മറ്റേ ഇവരുടെ കൺഫേം ആയില്ല. അവരുടെ കൺഫേം ആയാല് നിങ്ങൾക്ക് ഏത് വേറെ പ്രശ്നമുണ്ട്. അല്ല നമ്മള് ഏതാണ് മറ്റേ ഗ്യാങ് ഏതാ? നമ്മുടെ സിയോണിലെ അതാണോ വേണ്ട? അത് ഞങ്ങൾ സെറ്റ് ചെയ്ത് തരാം.
വൈഡിയസ് colour ആയിട്ട് നമ്മള് set നാളെ ചെയ്തതാ. സംസാരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അല്ലല്ല ആ കളർ ഞങ്ങൾ അല്ല ആ എടുത്തു കളർ YDS നമ്മൾ ന്റെ. എടുത്തു. എടുത്തോ? ഓ അതിനെ സെറ്റ് ചെയ്ത് തരാം. നിങ്ങൾ എടുത്തോ, ഈ കളർ നമുക്ക് എന്നാ മതി. ഓ തരാം തരാം. ഫൈലപ്പോ പക്ഷെ അണ്ണാ വേറൊരു ട്വിസ്റ്റ് ഉണ്ടെണ്ണ. ഈ റെഡ് ഇട്ട് ഓപ്പോസിറ്റ് ആരടിച്ചാലും ചെയ്തു നമ്മളെ അന്ന് SRR വാറണ്ടെന്ന് കൺഫ്യൂഷൻ വന്ന ഓർമ്മയുണ്ടോ? അയ്യോ കുറേ പക്ഷേ ഇത് പേർക്കുണ്ട് ഞാൻ ഇപ്പൊ. വേറെ അല്ല കാര്യം നമ്മുടെ പറയാം. ഇതേപോലത്തെ അല്ല, നമ്മുടെ വേറൊരു ഇങ്ങനെയല്ല. കുട്ടിയാണ്. റെഡ് ആ, നമ്മുടെ പക്ഷേ അല്ലല്ല SRR ഉഡിയായിരുന്നു. എന്നാലും കൺഫ്യൂഷൻ ആവും. നമുക്ക് പെട്ടെന്ന് അത് വാറ് നമ്മളെ കളിക്കുമ്പോഴേ അല്ലല്ല മനസ്സിലാവുള്ളൂ. വാറ കളിക്കും. നമ്മളെ നമുക്ക് കുറച്ച് എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാലേ നമുക്കിപ്പോ സംസാരിച്ച് എന്തെങ്കിലും ഇത് ചെയ്യും. ആരെങ്കിലും ഒരു ടീം മറ്റേ എന്തെങ്കിലും ആർമറോ വല്ലോ വൈറ്റോ ബ്ലൂവോ എന്തെങ്കിലും ഇടുന്ന രീതിയിൽ നമുക്ക് എന്തെങ്കിലും സെറ്റ് ചെയ്യാം. മനസ്സിലായി. അങ്ങനെ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. ഞങ്ങള് ലാസ്റ്റ് ആരുമായിട്ടുള്ള വാറിനായിരുന്നടാ അത്? SRR അല്ലല്ലോ, വേറൊരു ഗ്യാങ്ങുമായിട്ടൊരു വാറിന് നമ്മള് ഏതാണ് ഏതോ ഒരു ഗ്യാങ്ങുമായിട്ട് നമ്മൾ ഇത് അടിച്ചപ്പോ നമ്മൾ എന്തോ സാധനം ഇട്ടിട്ട് KKB ഈ KKBയുടെ ഡ്രസ്സും പോലും ഒരു ദൂരെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ. ഓറഞ്ച് ആണ്, ബട്ട് സ്റ്റിൽ അവരെ കാണുമ്പോൾ നമുക്ക് എന്തോ ഒരു വണ്ടി നിന്നൊക്കെ ചാടി ഇറങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ തോന്നും. ഇവിടെ കുറെ പേർക്കുണ്ട് ഇത് ഈ കളർ. റെഡ് ഉണ്ടല്ലേ? അതെ 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 പറഞ്ഞു. അപ്പൊ നമ്മളിപ്പോ അവരോട് നമ്മളിപ്പോ അതിന് മുന്നേ പോയി സംസാരിച്ച് കളറങ്ങ് സെറ്റ് ചെയ്ത് വെച്ചായിരുന്നു ആദ്യം. ഓക്കെ ഓക്കെ ഓക്കെ. ഞങ്ങൾക്ക് എന്തായാലും ബ്ലൂവിന്റെ ആവശ്യമില്ല. ഞങ്ങൾക്ക് റെഡും ഡാർക്ക് റെഡ് എന്ന് പറഞ്ഞാൽ ഡാർക്ക് റെഡും ബ്ലാക്കും ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ 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 ഓക്കെ. നമുക്ക് ആവശ്യമില്ല. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ അത് വേണമെങ്കിൽ നമുക്കിപ്പോ അങ്ങനെ അങ്ങ് സെറ്റ് ചെയ്യാം. ഓ നമുക്ക് ഇങ്ങനത്തെ റെഡ് അല്ല, അത് വേറൊരു ടൈപ്പ് റെഡ് ആണ്. നമ്മുടെ വേറെ റെഡാ. ഞങ്ങളുടെ ഈ റെഡും അല്ല, ഞങ്ങളുടെ കുറച്ചുകൂടെ ഡാർക്ക് ആണ്. മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. അത് നമുക്ക് ഞാൻ പുറത്ത് സംസാരിച്ചോളാം ചെയ്ത് നാളെ. ഓക്കെ നമുക്ക് സംസാരിക്കാം. സെറ്റാക്കാം സെറ്റാക്കാം. ഓക്കെ അപ്പൊ ഞങ്ങള് വെറുതെ ചുമ്മാ വിളിച്ചതാ. ഇതൊക്കെ നിങ്ങളെ എന്നത്തേക്ക് സെറ്റ് ആവുന്നറിയാം. എല്ലാരെയും ഇപ്പം വിളിക്കാനും കാണാനായിട്ടൊക്കെ ഇരിക്കുകയായിരുന്നു. എല്ലാം ഒന്ന് ആയിട്ട് എല്ലാരും ഒന്ന് വന്ന് എല്ലാരും സെറ്റ് ആയിട്ട് കാണാന്ന് പറഞ്ഞിരുന്ന. സീല്ല വിളിച്ചാൽ മതി, നമ്മളെന്തായാലും വരും. ഓ പിന്നല്ല ഇവിടെ ഗ്യാങ്ങോസിന്റെ ഗ്യാങ്ങോസ് നിങ്ങളിപ്പോ ഏതാ എടുക്കണ? പഴയ തന്നെയാണോ? ഞങ്ങളുടെ പഴയ ഗ്യാങ്ങോസ് തന്നെ. പഴയ ഗ്യാങ്ങോസ്. ഇവിടെ ആരും എടുത്തില്ലായിരുന്നല്ലേ? ഉണ്ടായിരുന്നു. അത് നമുക്ക് വേണ്ടി അവര് തരുമല്ലേ? ഓ അതേത് ഗ്യാങ്ങിന്റെ ആയിരുന്നു? ഇപ്പം ഓജിയുടെ ആയിരുന്നല്ലേ? ആ ശരിയാ ശരി. അപ്പൊ അവര് നമ്മുടെ പിള്ളേരാണ്. വലിയ ഗുണമൊന്നുമില്ല ഓജി. അല്ല കുണമുള്ളത് നിന്നെ കൊണ്ട് ഭയങ്കര കുണമായോണ്ട് പിന്നെ കുഴപ്പമില്ല കണ്ണാപ്പി. ഓക്കെ ഓക്കെ സെറ്റ് 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 സെറ്റ്. പിന്നെ ബാക്കിയുള്ളവരൊക്കെ എന്താ, അവർക്ക് ഇനിയും എന്തായി വരുമോ? ഇങ്ങനെ പറയുന്ന കേട്ടായിരുന്നു ഇഷ്യൂസ് ഒക്കെ ആയെന്നൊക്കെ. നമ്മുടെ കുടുംബത്തിൽ നിന്ന് കുറച്ച് മെമ്പേഴ്സ് പോയായിരുന്നു. കുറച്ചല്ല, 14-15 പേര് പോയി. അപ്പൊ അതെ സരക്കും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ രായനെയൊക്കെ കണ്ടില്ല. അപ്പോഴേ എനിക്ക് മനസ്സിലായിരുന്നു. അതിന് മുന്നേ ഇവര് ജോപ്പിനൊക്കെ പറഞ്ഞായിരുന്നു ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ കാര്യങ്ങളൊക്കെ ഇവിടെ വന്നപ്പോ. കാര്യങ്ങൾ അറിയട്ടെ കണ്ണാപ്പി. അങ്ങോട്ട് നമ്മൾ അവരുടെ കാര്യം ഇത്രയും ചോദിച്ചപ്പോ നമ്മുടെ കാര്യം അവർക്കറിയട്ടെ. പ്രശ്നങ്ങളൊക്കെ അതെ അത് തന്നെ നമ്മുടെ പ്രാർത്ഥന. അപ്പൊ പിന്നെ കാണാൻ ചെയ്തു. അപ്പൊ പിന്നെ നടക്കട്ടെ. എന്തായാലും എല്ലാം പെട്ടെന്ന് റെഡി ആവട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ കാണാം. പാക്കലാം. കുറുപ്പേ പോയിട്ടോ. ബൈ ബൈ. ഓക്കെ ഓക്കെ പോയിട്ട്